നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേട് ആരോപണം, ഒടുവിൽ പരീക്ഷ റദ്ദാക്കൽ, രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ കടന്നിരിക്കുന്നത്. ഇന്നലെ NSUയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ദില്ലിയിൽ SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രതിഷേധം, അത് പോലീസ് 5 മിനിറ്റ് പോലും നടത്താൻ സമ്മതിക്കാതെ പോകുന്ന സാഹചര്യം കണ്ടു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ 5th റൈസിന റോഡിലുള്ള ഓഫീസിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഏന്തി പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്നത്. 2024 സമാനമായിട്ടുള്ള സാഹചര്യം. 2026 നീറ്റ് പരീക്ഷ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിലയിലേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കടന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന സ്ഥാപനം ഒരു തരത്തിലുള്ള സുതാര്യതയും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നടക്കം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യമെമ്പാടും നമുക്ക് ഇത്തരത്തിലേക്കൊരു പ്രതിഷേധം കാണുവാൻ സാധിക്കും. ഇന്ന് ചില നിർണായക കണ്ടെത്തലുകൾ കൂടി CBI ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. പ്രിന്റിംഗ് പ്രസിൽ നിന്ന് ചോദ്യം അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്തതെന്ന് വ്യക്തമാക്കി. പിന്നാലെയാണ് ഇത്ര വലിയ സുതാര്യമായി നടക്കേണ്ട ഒരു പരീക്ഷ അതൊട്ടും തന്നെ ഏകാഗ്രതയില്ല. ഇതുപോലെ ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെയൊക്കെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. ആരെയും ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. CRPF ഉദ്യോഗസ്ഥർ ബൈ 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 അവർ ബാരിക്കേഡ് മറികടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഒരു പോലീസ് സന്നാഹം തന്നെയാണ് 5th റൈസിന റോഡിലുള്ള യൂത്ത് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ കാണുന്നത്. ഇന്നലെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്കുള്ള NSUയുടെ മാർച്ചും SFIയുടെ മാർച്ചും അടക്കം ഇതുപോലെ പോലീസ് സന്നാഹം പെട്ടെന്ന് അവിടെ എത്തി അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ നീക്കുകയായിരുന്നു. അവരുടെ ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെയുണ്ട്. പക്ഷേ ആ ബാരിക്കേഡ് മറികടക്കാൻ അവർ ശ്രമിക്കുന്നു. മാധ്യമങ്ങൾക്ക് പ്രതികരണം പോലും നൽകാൻ സമ്മതിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ എന്തും വന്നോട്ടെ, മോദി സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജനവിരുദ്ധ നിലപാടുകൾ അത് ഓരോന്നോരോന്നായി കാണിക്കുന്ന സർക്കാരാണ് കേന്ദ്ര സർക്കാർ. സ്വാഭാവികമായിട്ടും അതിനെതിരായുള്ള പ്രതിഷേധം ഇനിയും അങ്ങോട്ട് തുടരും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതിലൊന്നും വീഴില്ല എന്ന് പറയുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.